വിദ്വേഷ പ്രസംഗവുമായി അലഹബാദ് ഹൈക്കോടതി ജഡ്ജി എസ്.കെ. യാദവ്. ഭൂരിപക്ഷത്തിൻ്റെ ഹിതമനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടണമെന്ന് ജഡ്ജി എസ്.കെ. യാദവ്. ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പാകുമെന്നും ജഡ്ജി. വിവരങ്ങളുമായി സിബി ജോസഫ് ചേർന്നു. സിബി, എന്തൊക്കെയാണ് ജഡ്ജി പറഞ്ഞത്? അജംഷാദ്, ഇന്നലെ ഉത്തർപ്രദേശിലെ പ്രയാഗിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ സെൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയായ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശം എന്ന് പറയുന്നത്. ഇദ്ദേഹം പ്രസംഗിച്ചത് ഈ ഭൂരിപക്ഷത്തിന്റെ ഹിതമനുസരിച്ചാണ് രാജ്യം ഭരിക്കപ്പെടേണ്ടത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഏകീകൃത സിവിൽ കോഡ് അടക്കം ഉടൻ നടപ്പാകുമെന്നും ജഡ്ജി പ്രസംഗിക്കുകയും ചെയ്തു. എന്തായാലും അത് വളരെ വലിയ രീതിയിൽ രൂക്ഷമായ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ജഡ്ജി എസ്.കെ. യാദവിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ അടക്കം രംഗത്ത് വരികയും സത്യപ്രതിജ്ഞ ലംഘനമാണ് ജഡ്ജി നടത്തിയതെന്ന് ലോയേഴ്സ് യൂണിയൻ അധ്യക്ഷനായ പി.വി. സുരേന്ദ്രനാഥ് അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ന്യൂനപക്ഷത്തിനെതിരായ ജഡ്ജിയുടെ പരാമർശമാണെന്നും ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വതന്ത്രമായ ഒരു ജുഡീഷ്യറി എന്ന ആശയത്തിന് തുരങ്കം വെക്കുന്ന പരാമർശമാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഇയാളുടെ ഒരു പശ്ചാത്തലം നോക്കി കഴിഞ്ഞാൽ ഇയാൾ നേരത്തെ പശുവിനെ ദേശീയ മൃഗമാക്കി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞ ജഡ്ജി കൂടിയാണ്. മുൻപും വിവാദമായ പരാമർശം നടത്തിയിട്ടുള്ള ജഡ്ജി കൂടിയാണ്. രാംലീല അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്രം അടക്കമല്ലെന്നതിനെയും ഇത്തരത്തിൽ പൂർവികരുടെ ത്യാഗം കൂടിയാണ്. അത് ഇപ്പോൾ നമുക്ക് സാധിച്ചു എന്നല്ലാതിനെയും അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രസംഗിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ തീർച്ചയായും അതിനകത്ത് അടിവരയിടേണ്ടത് ഇത് ആർക്കെതിരെ അനുകൂലം എന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിൽ സിറ്റിംഗ് ജഡ്ജിയായിരിക്കുന്ന ഒരാൾ ജുഡീഷ്യറിയുടെ സ്വഭാവത്തെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇടപെടുന്നത് അത് ഗുരുതരമായ ലംഘനമാണ്. അതാണ് ലോയേഴ്സ് യൂണിയനും ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും ഗൗരവമായ കാര്യം.